നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും 9ാം ക്ലാസ് കേരള പാഠാവലി മലയാളം അതിലെ ഒരു ചോദ്യപേപ്പർ കൂടി ആൻസർ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു മാതൃകാ ചോദ്യപേപ്പർ ആൻസർ ചെയ്ത് തന്നിരുന്നു. നമുക്ക് ഇതിലേക്കൊന്ന് പ്രവേശിക്കാം. ആദ്യത്തെ 5 ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. 1. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നതുപോലെ കാണപ്പെട്ടത് എന്ത്? സുഹൃതഹാരങ്ങൾ എന്ന കവിതയിലെ വരികളാണല്ലോ ഇത്. ഇവിടെ ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നത് പോലെ അനുഭവപ്പെട്ടത്, കാണപ്പെട്ടത് മറ്റൊന്നുമല്ല, വെള്ളമാണ്. നീർ, കുടിക്കാനായിട്ട് ചോദിച്ച വെള്ളം. രണ്ടാമത്തെ ചോദ്യം. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നു. എന്തായിരുന്നു അത്? വൃദ്ധയുടെ കാലിൽ ഉണ്ടായ മുറിവിൽ നിന്നുള്ള രക്തമായിരുന്നു അത്. 3. ഹൃദയതാളം എന്ന പദം ഒന്ന് വിഗ്രഹിക്കുക. ഹൃദയത്തിന്റെ താളം. 4. പച്ചക്കല്ല് വിളഞ്ഞുകിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. എന്താണ് ഗിരിശൃംഗത്തിന്റെ പ്രതിരൂപമായിട്ട് നിൽക്കുന്നത്? പുളിമാവ്. ഉത്തരം പുളിമാവ്. 5. ചന്ത കൂടിയ ബഹളമാണ് അവിടെ. കഥാകാരൻ പറയുന്ന സ്ഥലമേത്? മറ്റൊന്നുമല്ല, ബഷീറിന്റെ വീട് തന്നെ. ചന്ത കൂടിയ ബഹളം നടക്കുന്നത് ബഷീറിന്റെ വീട്ടിൽ, കഥാകാരന്റെ വീട്ടിൽ. അടുത്തത് 3 ചോദ്യത്തിൽ 2 ഉത്തരം എഴുതുക. 2 3 വാക്യത്തിൽ വേണം എഴുതാനായിട്ട്. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. 2 വാക്യങ്ങൾ. അതിനെ നമുക്ക് ഒന്ന് ചേർത്തെഴുതാം, ഒറ്റ വാക്യമാക്കാം. തിരകളിലെ തോണി പോലെ അതിന്റെ ശരീരം ഉലഞ്ഞാടുകയും തുമ്പിക്കൈ അസ്വസ്ഥമായി പുളയുകയും ചെയ്തു. ഇങ്ങനെ ചേർത്തെഴുതുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അർത്ഥത്തിന് മാറ്റം വരാത്ത വിധത്തിൽ നമുക്ക് ചെറിയ ചെറിയ പദങ്ങൾ ചേർക്കാവുന്നതാണ്. 7. കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് ലക്ഷ്യമാക്കുന്നത്. മനുഷ്യ പുരോഗതിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഒന്ന് വിലയിരുത്തുക. പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ആദ്യകാലങ്ങളിൽ യാത്രാ സൗകര്യം നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. കാളവണ്ടിയിലും മറ്റുമാണ് മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത്. വളരെ പതുക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണല്ലോ കാളവണ്ടി. എന്നാൽ കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ശാസ്ത്രം വളർന്നതിന്റെ ഫലമായിട്ട് അതിവേഗതയിലുള്ള വാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സൗകര്യം ഈ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ മനുഷ്യന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കാളവണ്ടി യുഗത്തിൽ നിന്നും മനുഷ്യൻ അതിവേഗതയിലുള്ള സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പ് എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയെന്നോർക്കണം. ബഷീർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു വാക്യമാണിത്. കഥാകാരൻ തന്നെ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന്. അത് വളരെ ശരി തന്നെയാണ്. ഈ കഥ നടക്കുന്നത് ബഷീറിന്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിലുള്ള ഉമ്മ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ, ആ വീട്ടിലുള്ള മറ്റ് ജീവജാലങ്ങൾ എല്ലാം ഈ കഥയിലെ കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇതെന്റെ വീട്ടിലെ സത്യമായ കഥയെന്ന് അദ്ദേഹം പറയുന്നത്.
അടുത്തത് അര പേജിൽ എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 9ാമത്തെ ചോദ്യം. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നത് കൈ വന്നോട്ടെ. എന്തിനേയും ലാഭക്കൊതിയോടെ കാണുന്ന മനുഷ്യന്റെ ഒരു മനോഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വിലയിരുത്തുക. സ്വന്തം അമ്മയുടെ മാറത്ത് തീക്കനൽ വീണ് അമ്മ ഇല്ലാതായാലും വേണ്ടില്ല, എനിക്ക് പണം കയ്യിൽ വന്നാൽ മതി എന്ന ഒരു ചിന്തയാണ് ഇന്ന് മനുഷ്യനുള്ളത്. ഭൂമിയാകുന്ന അമ്മ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് എല്ലാം ചെയ്തു തരുന്നു. നല്ല കാലാവസ്ഥയും നല്ല ജീവിത സാഹചര്യങ്ങളും പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്നു. എന്നാൽ മനുഷ്യനാകട്ടെ ആ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇന്ന്. പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ്, വൃക്ഷലതാദികൾ ഇതെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. ഇവിടെ പുളിമാവ് വെട്ടി എന്ന കവിതയിൽ വളരെ കാലമായി അവിടെ സ്വൈര്യമായിട്ട് നിലനിന്നിരുന്ന ഒരു പുളിമാവ് അതതിൻ്റെ ഉടമസ്ഥൻ പലക മുറിക്കുന്നതിന് വേണ്ടിയിട്ട് വിൽക്കുകയാണ്. അയാൾക്ക് ആ പുളിമരത്തിൻ്റെ തണലും തണുപ്പും ഒന്നും പ്രശ്നമല്ല, അയാൾക്ക് പണം മാത്രമാണ് താല്പര്യം. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ആ പുളിമാവിൻ്റെ ഉടമസ്ഥനിലൂടെ കാണുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രകൃതിയെ കരുതലോടെ കാക്കാം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. പ്രകൃതി മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കേരളം പച്ച പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണല്ലോ. കേരളത്തിന്റെ കിഴക്കുഭാഗം സഹ്യപർവ്വത നിരകളാൽ അനുഗ്രഹിക്കപ്പെട്ടു കിടക്കുന്നു. പച്ചപിടിച്ച പാടങ്ങളും അതുപോലെയുള്ള പ്രദേശങ്ങളും നിറഞ്ഞതാണല്ലോ നമ്മുടെ നാട്. എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു. പ്രകൃതിയെ മനുഷ്യൻ പരമാവധി ചൂഷണം ചെയ്യുകയാണ്. അവന്റെ ആവശ്യത്തിനു വേണ്ടി കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് നാടുകളാക്കുന്നു. വയലേലകളെല്ലാം മണ്ണിട്ട് നികത്തി വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർത്തുന്നു. അതിനു പുറമെ കാടുകളിലെ മൃഗങ്ങളെ കാടുകളിൽ ജീവിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇന്ന് നമുക്കറിയാം, കാട്ടാനകളും കടുവകളും മറ്റ് കാട്ടുമൃഗങ്ങളുമെല്ലാം നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങി വരുന്നത്. ദിനം പ്രതിയുള്ള വാർത്തകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കാട്ടാനക്കൂട്ടം നാട്ടിലെത്തി നാട് നശിപ്പിക്കുന്നു. അവർക്ക് കാട്ടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെ നാടുകളിലേക്ക് ഇറങ്ങി വരുന്നത്. മുൻകാലങ്ങളിൽ ഇങ്ങനെയൊരു പ്രതിഭാസം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രകൃതിയെ കരുതലോടെ പ്രകൃതിയെ കാത്തില്ലെങ്കിൽ അത് നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി നമുക്കെതിരെ തിരിയുന്നു. അതുകൊണ്ടാണ് കാലവർഷമാകുമ്പോൾ വലിയ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. വേനലായാൽ അതിവരൾച്ച, അതിയായ ചൂട്, കുടിവെള്ളം പോലും കിട്ടാനില്ല. ചുരുക്കത്തിൽ പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യുക തന്നെയാണ്. പ്രകൃതി ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ വളരെയധികം കരുതലോടെ പരിരക്ഷിക്കണം. നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതി അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതെ
പ്രകൃതിയെ വളർത്തി അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ വേണ്ട പരിപാടികൾ, വേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. പ്രകൃതി നിലനിന്നാലേ നമുക്കും നിലനിൽപ്പുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം. നോവൽ ഭാഗത്തെ ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം സൂചിപ്പിക്കുന്നത്? ആന ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ കെ, അദ്ദേഹവും ആനകളും തമ്മിൽ ഒരു ആത്മബന്ധം, ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു. ആന ഡോക്ടർ എന്ന പാഠം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നതാണ്. ഒരു രാത്രിയിൽ ഡോക്ടർ കെയുടെ താമസ സ്ഥലത്തേക്ക് ഒരു ആനക്കൂട്ടം എത്തുകയാണ്. അതിൽ ഒരു ചെറിയ ആനക്കുട്ടിയുടെ കാലിൽ ഒരു കുപ്പിച്ചില്ല് തറച്ചിരിക്കുന്നു. ആ ആനക്കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് ആയിട്ടാണ് ആനക്കൂട്ടം ഡോക്ടറുടെ താമസ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ആനകളുടെ ചൂര്, മണം ഡോക്ടർക്ക് മനസ്സിലാകുന്നു. അദ്ദേഹം അത് മനസ്സിലാക്കി പുറത്തു വരികയും, വീടിന്റെ അകത്തു നിന്നും പുറത്തു വരികയും ആ ആനക്കുട്ടിയെ കണ്ട് അതിന് വേണ്ട പരിരക്ഷ കൊടുക്കുകയും ചെയ്യുന്നു. ആ ആനക്കുട്ടിയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം ആനക്കുട്ടിയെ വാത്സല്യത്തോടെ ഓമനിക്കുകയാണ്. ആനക്കുട്ടിയും അദ്ദേഹത്തിന്റെ തോളിലേക്ക് തന്റെ തുമ്പിക്കൈയിട്ട് അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ആനകളുടെ ആ ഒരു സ്നേഹം അദ്ദേഹത്തിന് ലഭിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്നേഹം ആനകളും ഇഷ്ടപ്പെടുന്നു. ആനകളുമായിട്ട് അദ്ദേഹത്തിന് ഒരു ആത്മബന്ധം തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ ഒരാളുടെ മുഖം കണ്ടാൽ ആനകൾ അത് മറക്കുന്നില്ല എന്ന്. അതുപോലെ അദ്ദേഹത്തിനും ആനകളെക്കുറിച്ച് നന്നായിട്ട് ഓർമ്മയുണ്ട്. 1.5 വർഷം മുൻപ് മുതുമലയിൽ താൻ ചികിത്സിച്ച ആ ആനയുടെ കുട്ടിയാണ് ഇന്ന് തന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 12ാമത്തേത്. കറുത്ത കാറിന് അതറിയാമായിരുന്നു എന്ന് അമ്മ ചിന്തിക്കാൻ കാരണമെന്ത്? അമ്മ, വൃദ്ധയായ അമ്മ, അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ മക്കളെല്ലാം പുറം രാജ്യങ്ങളിലാണ്. ഒരു ദിവസം അവർ പച്ചക്കറി വാങ്ങാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു ബിലാത്തി കാറ് അവരെ ഇടിച്ച് താഴത്തിടുന്നു. എന്നിട്ടത് നിർത്താതെ പോകുന്നു. ആ പച്ചക്കറികളെല്ലാം ചിതറിത്തെറിച്ച് അതിന്റെ നടുവിൽ ആ വൃദ്ധയായ അമ്മ വീണു കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അമ്മ ചിന്തിക്കുന്നതാണ്, ആ കറുത്ത കാറിന് ഒരുപക്ഷെ അതറിയാമായിരുന്നു എന്ന്. ഏത്? ഇനിയും ഈ വൃദ്ധയായ അമ്മ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരുടെ കടമകളെല്ലാം അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മക്കളെയെല്ലാം നല്ലവണ്ണം വളർത്തി അവരെല്ലാം നല്ല നിലയിലായിരിക്കുന്നു. അവരെല്ലാം ഇന്ന് നാട്ടിലില്ല, പുറം രാജ്യങ്ങളിലാണ്. വൃദ്ധയായ അമ്മ ഒറ്റയ്ക്കാണ്. ഇനി അവർ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ അവർ മരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ആ ബിലാത്തിക്കാറ് ആ വൃദ്ധയായ അമ്മയെ ഇടിച്ച് താഴത്തിട്ടിട്ട് പോയതെന്ന് ആ വൃദ്ധ ചിന്തിക്കുകയാണ്. 13ാമത്തെ ചോദ്യം. അല്ലലെന്ത് കഥയിത് കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നിതോ. ഈ വരികളിലൂടെ അക്കാലത്തെ സാമൂഹ്യ സ്ഥിതി വ്യക്തമാക്കുക. സുഹൃതഹാരങ്ങൾ എന്ന കവിതയിലെ 2 വരികളാണ് ഇത്. കേരളത്തില് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സവർണരും അവർണരും, ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിൽ അന്ന് പരസ്പരം കാണാനോ സ്പർശിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ അയിത്തമാകും. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇവയെല്ലാം വളരെയധികം അക്കാലത്തുണ്ട്. ഉയർന്ന ജാതിക്കാരെ കാണുകയോ സ്പർശിക്കുകയോ ചെയ്താൽ
അത് വലിയ പാപം തന്നെയായിരുന്നു അക്കാലത്ത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ പാപം ലഭിക്കുക ആ താഴ്ന്ന ജാതിക്കാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഒരു സാമൂഹിക അകലം ഇരു കൂട്ടരുടെയും ഇടയിൽ അന്ന് നിലനിന്നിരുന്നു. ആ കാരണത്താലാണ് ദാഹിച്ചു വലഞ്ഞ ഭിക്ഷുവിന് ആ പെൺകുട്ടി വെള്ളം കൊടുക്കാൻ ആദ്യം മടി കാണിക്കുന്നത്. അങ്ങ് എല്ലാം മറന്നോ? അങ്ങ് ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട് ജാതി മറന്നുപോയോ? എൻ്റെ ജാതി മറന്നുപോയോ എന്ന് ആ പെൺകുട്ടി അതുകൊണ്ടാണ് ഭിക്ഷുവിനോട് അങ്ങനെ ചോദിക്കുന്നത്. 14ാമത്തെ ചോദ്യം, എന്തുപറ്റി അമ്മേ എന്ന വിളി വൃദ്ധയിൽ ഉണ്ടാക്കിയ ഭാവഭേദങ്ങൾ എന്തെല്ലാം? നമുക്കൊന്ന് നോക്കാം. വൃദ്ധയായ അമ്മയെ ഒരു ബിലാത്തിക്കാര് വഴിയിൽ ഇടിച്ച് താഴത്തിടുന്നു. ആ വൃദ്ധ ആ പച്ചക്കറികളോടൊപ്പം താഴെ വീണ് കിടക്കുകയാണ്. ആ കിടപ്പ് കണ്ടിട്ട് ഒരു പാൽക്കാരൻ വൃദ്ധയുടെ സമീപത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് വിളിക്കുകയാണ്, എന്തു പറ്റി അമ്മേ എന്ന്. ആ അമ്മേ എന്ന വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി വീണ്ടും കിട്ടിയതുപോലെ അനുഭവപ്പെടുന്നു. അതിന് കാരണമുണ്ട്. വളരെ നാളുകളായിട്ട് ഈ അമ്മേ എന്ന ഒരു വിളി കേൾക്കുകയുണ്ടായിട്ടില്ല. കാരണം അവർ ലാളിച്ച് വളർത്തിയ, എല്ലാം കൊടുത്ത് പരിരക്ഷിച്ചു വളർത്തിയ അവരുടെ മക്കൾ ഇന്ന് പുറം രാജ്യങ്ങളിലാണ്. ആ അമ്മയുടെ സമീപത്തില്ല. വളരെ കാലമായിട്ട് അവർ ഒറ്റയ്ക്കാണ് താമസം. അവരെ അമ്മ എന്ന് വിളിക്കാൻ ആരുമില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആ വീണ് കിടക്കുന്ന വൃദ്ധയെ പാൽക്കാരൻ അമ്മേ എന്ന് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിൽ അതൊരു വലിയ സന്തോഷമായി തീർന്നതും അവർക്ക് കുറച്ച് ശക്തി കിട്ടിയതുപോലെ തോന്നിയതും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു പേജിൽ എഴുതണം. 3 ചോദ്യം, 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. കുറച്ച് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. പുളിമാവ് വെട്ടി എന്ന കവിതയിലെ വരികളാണ്. ഞാനതൊന്ന് ചൊല്ലാം. അതിന്റെ ആസ്വാദനം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. കുരുത്തനാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ, കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിനുമേറെ കാമ്യം പണമേ തുച്ഛെന്ന് അത് കൈവന്നോട്ടെ. ഈ വരികളുടെ കവിതാഭാഗത്തിന്റെ ആസ്വാദനം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കവിതാഭാഗം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പുളിമാവ് വെട്ടി എന്ന കവിതയിലേതാണ്. ഇവിടെ ഒരു പുളിമാവ് അതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുകയാണ്. ആ മരം വെട്ടി മാറ്റുകയാണ്. ആ സമയത്ത് ആ മരത്തിൽ നിറച്ച് കിളികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. ആ കിളികളോട് കവി പറയുകയാണ്, നിങ്ങൾ പച്ചത്തണലും കൊത്തിയെടുത്തിട്ട് എവിടെയെങ്കിലും പറന്നു പോയിക്കൊള്ളൂ. നിങ്ങൾക്കിനി ഇവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ആരും അധികാരമൊന്നും തന്നിട്ടില്ലല്ലോ. മാത്രവുമല്ല, ജനിച്ച നാൾ മുതൽ തല കുനിക്കാതെ മുകളിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ഈ വൃദ്ധനായ പുളിമാവ്. കൂറ്റൻ മഴു ആ പുളിമാവിന്റെ ശരീരത്തിൽ പതിക്കുമ്പോൾ ഭൂമിയാകെ കുലുങ്ങുകയാണ്. ഭൂമിക്ക് വേദനിക്കുകയാണ്. ഭൂമിയുടെ പുത്രനാണ് വൃക്ഷം. വൃക്ഷങ്ങളെല്ലാം ഭൂമിയുടെ മക്കളാണെന്ന് പറയുന്നു. സ്വന്തം മകന്റെ ശരീരത്തിൽ മഴ വന്ന് പതിക്കുമ്പോൾ ആ അമ്മ, ഭൂമിയാകുന്ന അമ്മ വേദനിക്കുകയാണ്. ആ വേദനയാണ് ഇവിടെ ഒരു ചെറിയ ഭൂചലനം, കുലുങ്ങുകയായിട്ട്, ഭൂമി കുലുങ്ങുന്നതായിട്ട് കാണിക്കുന്നത്. മാത്രമല്ല, സ്വന്തം അമ്മയുടെ മാറത്ത്
തീക്കനൽ വീണാലും വീണോട്ടെ, അതൊന്നും തനിക്ക് പ്രശ്നമേയല്ല. അമ്മ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, തനിക്ക് പണം മാത്രം ലഭിച്ചാൽ മതി എന്ന താല്പര്യമാണ് ഇന്ന് മനുഷ്യനുള്ളത്. പണമാണ് മുഖ്യം. ഇവിടെ ഈ കവിതാഭാഗത്തോടെ മനുഷ്യന്റെ ചിന്താഗതിയും ദുഷ്പ്രവണതയുമാണ് കവി നമുക്ക് കാണിച്ചു തരുന്നത്. പ്രകൃതിയെ നിലനിർത്തുക, അത് വിട്ടിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുക, പ്രകൃതിയിലുള്ള വൃക്ഷലതാദികളെ വെട്ടി നശിപ്പിക്കുക, അങ്ങനെ മനുഷ്യന് തന്നെ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്തത്, പരിസ്ഥിതി അതിന്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന കാഴ്ചപ്പാട് പുളിമാവ് വെട്ടി എന്ന കവിതാഭാഗത്ത് കാണാം. ഈ പ്രസ്താവനയെ മുൻനിർത്തി കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നമ്മൾ മുൻ ചോദ്യത്തിന്റെ ഉത്തരവും ഇതിന് ബാധകമാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കവിതയാണ് പുളിമാവ് വെട്ടി. വളരെ കാലമായിട്ട് ഒരു പുറംപറമ്പിൽ അങ്ങനെ നിൽക്കുകയായിരുന്ന ആ പുളിമാവ് എല്ലാവർക്കും തണലും തണുപ്പും നിറയെ മധുരമുള്ള മാമ്പഴങ്ങളും കൊടുത്ത് നിലനിന്നിരുന്ന ആ പുളിമാവ് അതിന്റെ ഉടമസ്ഥൻ വെട്ടുന്നതിനായിട്ട് കൊടുത്തിരിക്കുന്നു. അയാൾ പണം വാങ്ങി ആ പുളിമാവ് വെട്ടാൻ കൽപ്പന കൊടുത്തിരിക്കുകയാണ്. ആ പുളിമാവാണെങ്കിൽ അങ്ങനെ പച്ച പിടിച്ച് എല്ലാവർക്കും തണലും തണുപ്പും നൽകി സന്തോഷം നൽകി വളരെ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അത് നിറച്ച് കൂടുകൾ കൂട്ടി പക്ഷികൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇതാ എല്ലാം നഷ്ടപ്പെടുകയാണ്. തണലും തണുപ്പും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ആ പുളിമാവിന്റെ ഉടമസ്ഥൻ. ഈ പ്രമേയത്തിലൂടെ കവി നമ്മോട് പറയുന്നത് പരിസ്ഥിതിയെ കുറിച്ചാണ്, പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്. പ്രകൃതി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. അത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതാണ്. പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ നാശവും സംഭവിക്കും. കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് നാടുകളാക്കുന്നു. ഇന്ന് കാട്ടിൽ വൃക്ഷങ്ങളില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. എന്തെല്ലാം അത്യാപത്തുകളാണ് അതുമൂലം ഇന്ന് നാട്ടിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലാവസ്ഥയല്ല ഇന്നുള്ളത്. ആഗോളതാപനം അത് കൂടിക്കൂടി വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും. കാലവർഷം വന്നാൽ വെള്ളപ്പൊക്കമായി, മണ്ണിടിച്ചിലായി, ഉരുൾപൊട്ടലായി. എത്രയെത്ര ജീവനുകളാണ് ഇന്ന് ഇതുമൂലം നഷ്ടപ്പെടുന്നത്. പ്രകൃതി നമ്മോട് ക്ഷോഭിക്കുകയാണ്. പ്രകൃതിയെ അതുമൂലം നമ്മൾ നശിപ്പിക്കാതിരിക്കുക, മരങ്ങൾ വച്ചുപിടിപ്പിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. ഇതൊക്കെയാണ് ഇനി നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറഞ്ഞു തരാനുള്ളത്. ഇപ്പോൾ പരീക്ഷയെല്ലാം നന്നായിട്ട് എഴുതുക. കേരള പാഠാവലി മലയാളം എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നന്നായിട്ട് ആൻസർ ചെയ്ത് മുഴുവൻ മാർക്കും എല്ലാവരും വാങ്ങിക്കണം. ഇനി നമുക്ക് 9ാം ക്ലാസ് സെക്കൻഡ് ടൈം അടുത്ത ടൈമിലെ പാഠങ്ങളുമായിട്ട് വരാം. അതുവരെ